ചരിത്രമാണ്. ഈ ചരിത്രം നമ്മൾ പഠിക്കണം. ഈ ചരിത്രം നമ്മൾ പഠിക്കണം. ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹുവും ജാബിർ തങ്ങളും ഒക്കെ എന്നെ പ്രിയപ്പെട്ടവരുള്ള ഒരു ചരിത്രമാണ്. ഈ ചരിത്രത്തിന് വല്ലാത്ത പവറ. ഈ ചരിത്രത്തിന് വല്ലാത്ത പവറ. ഇസ്രാ മിഅ്റാജ് യാത്ര ഞാൻ നിങ്ങളുമൊക്കെ കേട്ടിട്ടുണ്ട് അല്ലേ? നബിതങ്ങൾ സ്വർഗം കണ്ടു, നരകം കണ്ടു, പരലോകം കണ്ടു, നബിതങ്ങൾ അള്ളാനെ കണ്ടു, സർവ്വ അത്ഭുതങ്ങളും കണ്ട ഒരു ചരിത്രം ഞാൻ നിങ്ങളുമൊക്കെ പഠിച്ചതാ അല്ലേ? പഠിച്ചതാ. അതിൽ ബുറാഖ് എന്ന് പറയുന്നൊരു വാഹനമുണ്ട് അല്ലേ? ബുറാഖ് എന്ന് പറയുന്ന ഒരു വാഹനമുണ്ട്. ബുറാഖ് ഒന്നാണോ രണ്ടാണോ? ബുറാഖ് ഒരെണ്ണമാണോ ഉള്ളത്, രണ്ടെണ്ണമാണോ ഉള്ളത്? അപ്പം ഞാനിപ്പോൾ ഇന്ന് എൻ്റെ ഇല്യാസിൻ്റെ വീട്ടിൽ കിടക്കുന്ന സമയത്ത് ഇല്യാസിൻ്റെ വീടിൻ്റെ വാതിക്ക് ഒരു ട്രാവലർ നിർത്തിയിട്ടിട്ടുണ്ട്. ട്രാവലറിൻ്റെ പേര് ബുറാഖ് എന്നാ അല്ല, അവിടെ ഒരു വണ്ടി കിടപ്പുണ്ട് ബുറാഖ് ട്രാവൽസ് എന്നാ. അപ്പോൾ ഈ ചില ഞങ്ങളുടെ കേരളത്തിലൊക്കെ ചില ആൾക്കാർ ഓട്ടോറിക്ഷയ്ക്ക് ബുറാഖ് എന്ന് പേരിടും. ചില ആൾക്കാർ സ്കോർപ്പിയോ ഒക്കെ എന്ത് ചെയ്യും, ബുറാഖ് എന്ന് പേരിടും. അപ്പം ചില ചങ്ങാതിമാരുടെ വിചാരം അതാണ് ബുറാഖ് എന്ന, അതാണ് ബുറാഖ് എന്ന. അതല്ല, അള്ളാഹു കാത്തിരിക്കട്ടെ, അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബുറാഖ് എന്ന് പറയുന്ന വാഹനം എന്താണ് അത് നമ്മൾ പഠിക്കണം അല്ലേ? എന്തിനാണ് ബുറാഖിനെ അള്ളാഹു പടച്ചത്? ചില മക്കൾക്ക് ബുറാഖ് എന്നൊക്കെ പേരിടും അല്ലേ? അൽഹംദുലില്ലാ, അള്ളാഹു നല്ല പേര് അള്ളാഹു നമ്മുടെ മക്കൾക്ക് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ ബുറാഖ് എന്തിനാ പടച്ചത്, എത്ര ബുറാഖ് ഉണ്ട് എന്ന് നമ്മൾ അതിന് പഠിക്കണം. ആ ചരിത്രത്തിന്റെ ബാക്കി അവസാന ഭാഗത്ത് ഒരു സൂറത്ത് പറയുന്നുണ്ട്. ആ സൂറത്ത് ആരെങ്കിലും ഒരാൾ ഓതിയാൽ അൽഹംദുലില്ലാ മരിക്കുന്നതിന് മുമ്പ് റസൂലുള്ളാഹിയെ കാണാൻ കഴിയും. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ചില ചെറുപ്പക്കാരോടൊക്കെ ചോദിക്കും, എടാ നിനക്ക് നിന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹമുള്ളതാരാ? ഉസ്താദേ എനിക്ക് ഇന്ന സിനിമ നടന്നെ കാണണം ഉസ്താദേ, എനിക്ക് ഇന്ന ഫുട്ബോൾ കളിക്കാൻ കാണണം ഉസ്താദേ, എനിക്ക് എൻ്റെ കാമുകി ഒന്ന് കാണാൻ കൊള്ളാം ഉസ്താദേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചില ആളുകൾ പറയും. പാടില്ല. ഇപ്പോൾ എന്നോട് ഒരു ദിവസം ഒരു മൂന്നാഴ്ച മുമ്പ് എനിക്ക് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ എനിക്കൊരു ചങ്ങാതി മെസ്സേജ് അയച്ചു. ഒരു രാത്രി 1 മണിക്ക് മുമ്പ് മെസ്സേജ് അയക്കണേ, ഉസ്താദെ എനിക്കൊരു സങ്കടം പറയാനുണ്ട്. ഞാൻ ചോദിച്ചു എന്താ സങ്കടം? ഉസ്താദെ എനിക്കൊരു പെൺകുട്ടിയായിട്ട് പ്രേമമായിരുന്നു ഉസ്താദെ. എന്താ പറയണേ? എനിക്കൊരു പെൺകുട്ടിയായിട്ട് പ്രേമമായിരുന്നു ഉസ്താദെ. ഞാൻ ചോദിച്ചടാ നിനക്ക് എത്ര വയസ്സുണ്ട്? 21 വയസ്സ്. ഞാൻ ചേട്ടാ നീ പ്രേമിച്ച പെണ്ണിന് എത്ര വയസ്സുണ്ട്? 20 വയസ്സ്. ഞാൻ പറഞ്ഞ പ്രേമത്തിൽ ബറക്കത്ത് ഉണ്ടാകൂല, ജീവിതം തുടങ്ങിയാൽ ഒരു ഹൈറും ഉണ്ടാകൂല. ഇവരെല്ലാം കേട്ടിട്ട് പറഞ്ഞു, ഉസ്താദെ നിങ്ങൾ പറഞ്ഞത് ശരിയാ, ഓളെന്നെ ഇട്ടിട്ട് പോയി ഉസ്താദെ, ഓളെന്നെ തേച്ച് പോയി ഉസ്താദെ, ബ്രേക്കപ്പ് ആയി. എന്താ പറഞ്ഞേ? ഓളെന്നെ ഇട്ടിട്ട് പോയി ഉസ്താദെ, എന്നെ വേണ്ടെന്ന് പറഞ്ഞിട്ട് പോയി ഉസ്താദെ. ഇവൻ കരയാ. അപ്പൊ ഞാൻ ഇവനോട് പറയടാ ചങ്ങാതി, നിനക്കൊരു 25 വയസ്സൊക്കെ ആകുമ്പോൾ നിന്റെ ഉമ്മായും വാപ്പായും നല്ലൊരു പെണ്ണിനെ കൊണ്ട് തരും, നല്ലൊരു വിവാഹം ഇൻഷാ അല്ലാഹ് നിനക്ക് അല്ലാഹു നൽകുമെന്നൊക്കെ പറഞ്ഞു. ഇവനെല്ലാം സമ്മതിച്ചു. അവസാനം ലാസ്റ്റ് എന്നോട് പറയാ, ഒരു 3 മണിയപ്പോൾ പിന്നെയും പറയും, ഉസ്താദെ ആ പെണ്ണൻ ഇട്ടിട്ട് പോയതിന് പകരം ഞാൻ വേറൊരു പെൺകുട്ടിയെ പ്രേമിച്ച കുഴപ്പമുണ്ട് ഉസ്താദെ. ഓളെ ഇട്ടിട്ട് പോയതിന് പകരം വാശിക്ക് ഞാൻ വേറൊരു പെൺകുട്ടിയെ പ്രേമിച്ച കുഴപ്പമുണ്ടോ ഉസ്താദെ? അള്ളാഹു കാത്തിരിക്കട്ടെ. നമ്മുടെ മക്കളൊക്കെ അങ്ങനെയായി. മുസ്ലിമീങ്ങൾ അള്ളാഹു ഈമാൻ നൽകി ഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ പറയണത്, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിക്കേണ്ടത് ആരെയാ? ഹബീബാകുന്ന നബി മുഹമ്മദ് മുസ്തഫ, ഹബീബാകുന്ന നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഇസ്രാ മിഅ്റാജ് യാത്ര, ആ യാത്രയുടെ തുടക്കം നമ്മൾ പഠിക്കണം. അല്ലാഹുവേ പടച്ചവനെ, റസൂലുള്ളാഹി അതാ യാത്ര ചെയ്യാൻ പോകുകയാണ്. ഇസ്രാ മിഅ്റാജ് യാത്രയുണ്ടല്ലോ. അൽഹംദുലില്ലാഹ് റസൂലുള്ളാഹി എന്റെ പ്രിയമുള്ളവരെ നടത്താൻ പോകുമ്പോ സുബ്ഹാനല്ലാഹ് അല്ലാഹ് അതാ ജിബ്രീലിനോട് പറയുകയാണ്, ജിബ്രീലേ എന്റെ ചാരത്തേക്ക് റസൂലുള്ളാഹിയെ കൊണ്ടുവരിക. ജിബ്രീൽ അതാ സന്തോഷിക്കുകയാ, ജിബ്രീൽ അതാ ആനന്ദിക്കുകയാ. എന്നിട്ടതാ ജിബ്രീൽ അതാ പറയുകയാണ്, അല്ലാഹ് സങ്കടമാണ്, അല്ലാഹ് നൊമ്പരമാണ്, അല്ലാഹ് നിന്റെ ചാരത്തേക്ക് റസൂലുള്ളാഹിയെ കൊണ്ടുവരാൻ സന്തോഷമാണ് പടച്ചവനെ. എന്നാൽ നിന്റെ ചാരത്തേക്ക് കൊണ്ടുവരാൻ ഈ ജിബ്രീലിന്റെ കയ്യില് വാഹനമില്ല അല്ലാഹ്. ആ സമയത്ത് അല്ലാഹ് അതാ പറയുകയാണ്, ജിബ്രീലേ കരയാൻ പാടില്ല, നൊമ്പരപ്പെടാൻ പാടില്ല, സങ്കടപ്പെടാൻ പാടില്ല. ബുറാഖ് എന്ന് പറയുന്ന വാഹനമുണ്ടല്ലോ തയ്യാറാക്കിയിട്ടുണ്ട്, അതിനെ അതാ എടുത്തുകൊള്ളുക. പടച്ചവനെ ജിബ്രീൽ അതാ സന്തോഷിക്കുകയാ. പടച്ച
പടച്ചവനെ ജിബ്രീലതാ പടച്ചവനെ മൈതാനത്തേക്ക് കടന്നു ചെല്ലുകയാ. ബുറാഖ് എന്ന് പറയുന്ന വാഹനമുണ്ടല്ലോ, തയ്യാറായി നിൽക്കുന്ന പടച്ചവനെ ഒരു മൈതാനത്തേക്ക് കടന്നു ചെല്ലുകയാ. അവിടെ അതാ ചെല്ലുമ്പോ ജിബ്രീലതാ അത്ഭുതപ്പെടുകയാ. ഒരു ബുറാഖല്ല ചെറുപ്പക്കാരാ, 2 ബുറാഖല്ല ചെറുപ്പക്കാരാ, 4 ബുറാഖല്ല ചെറുപ്പക്കാരാ, 5 ബുറാഖല്ല പെങ്ങള്, 10,000 പെങ്ങള്, 20,000 പെങ്ങള്, 30,000 പെങ്ങള്, 40,000 ബുറാഖാണ്. അല്ലാ, 40,000 ബുറാഖ, 40,000 ബുറാഖുണ്ടല്ലോ. ജിബ്രീലിന് എന്നെ പ്രിയപ്പെട്ടവരെ നോക്കിയിട്ട് ഇങ്ങനെ കരയുകയാണ്. ജിബ്രീൽ അതാ നെട്ടിത്തരിച്ചുകൊണ്ട് പടച്ചവനോട് ചോദിക്കുകയാണ്, എങ്ങനാണ് അല്ലാ ഈ ബുറാഖുകളില് ഏത് ബുറാഖിനെയാണ് അല്ലാ ഞാൻ തിരഞ്ഞെടുക്കേണ്ടതല്ലാ? ആ സമയത്തതാ ബുറാഖിനെ ജിബ്രീൽ നോക്കുമ്പോ അള്ളയതാ പറയുകയാണ്, ആ 40,000 ബുറാഖുകളില് റസൂലുള്ളയെ പ്രണയിക്കുന്ന, റസൂലുള്ളയെ പ്രേമിക്കുന്ന ഏത് ബുറാഖാണുള്ളത് ആ ബുറാഖിനെ തിരഞ്ഞെടുക്കുക. ജിബ്രീലതാ അത്ഭുതപ്പെടുകയാണ്. ഈ 40,000 ബുറാഖില് റസൂലുള്ളയെ പ്രണയിക്കുന്ന ഏത് ബുറാഖിനെ തിരഞ്ഞെടുക്കുമല്ല പടച്ചവനെ? ജിബ്രീലതാ മൈതാനത്തേക്ക് കടക്കുകയാ. ജിബ്രീലതാ അന്വേഷിക്കുകയാ. ജിബ്രീലതാ തെരയുകയാ. ജിബ്രീലതാ തെരയുമ്പോ ഒരു ബുറാഖുണ്ടല്ലോ വല്ലാതെ കരയുകയാ, വല്ലാതെ ഏങ്ങലടിക്കുകയാ. ജിബ്രീലതാ അടുത്തേക്ക് ചെല്ലുകയാ. ജിബ്രീലിന്റെ പ്രിയപ്പെട്ടവരെ കരയുന്ന ബുറാഖിന്റെ ചാരത്തേക്ക് കടന്നു ചെന്നുകൊണ്ട് ചോദിക്കുകയാണ്, എന്തിനാണ് സങ്കടപ്പെടുന്നത്? എന്തിനാണ് കരയുന്നത്? എന്തിനാണ് ഏങ്ങലടിക്കുന്നത്? ആ സമയത്തല്ലാ, ആ സമയത്ത് റബ്ബേ ജിബ്രീലിനോട് ബുറാഖ് പറയുകയാ, ഈ ബുറാഖാകുന്ന എന്നെയുണ്ടല്ലോ, അള്ളയുണ്ടല്ലോ പടച്ചതെന്തിനാ? റസൂലുള്ളയെ അള്ളാന്റെ ചാരത്തേക്ക് കൊണ്ടുപോകാനാ. അതിനെന്നെ കൊണ്ടുപോകുമോ? എന്നെ അതിന് തിരഞ്ഞെടുത്തില്ലെങ്കിൽ എന്നെ വേറെയൊന്നിനും കഴിയൂലല്ലോ. എനിക്ക് റസൂലുള്ളയെ കാരണം, എനിക്ക് റസൂലുള്ളയുടെ കൂടെ യാത്ര പോകണമെന്ന് പറയുമ്പോ ജിബ്രീലതാ അള്ളാനോട് ചോദിക്കുകയാണ്, ഈ ബുറാഖിനെ തിരഞ്ഞെടുക്കട്ടെ, ഈ ബുറാഖിനെ തിരഞ്ഞെടുക്കട്ടെ. ആ സമയത്തന്നെ പ്രിയമുള്ളവരെ അള്ളയതാ പറയുകയാ, ആ കരയുന്ന ബുറാഖിനെ തിരഞ്ഞെടുക്കുക. പടച്ചവനെ ജിബ്രീലുണ്ടല്ലോ ആ ബുറാഖിനെ തിരഞ്ഞെടുത്തെന്ന് ചരിത്രം എന്റെ പ്രിയപ്പെട്ടവരെ പറയുമ്പോ ബഹുമാനപ്പെട്ട അലിയാർ തങ്ങള് പടച്ചവനെ മദീനത്ത് വെച്ച് പറയുകയാണ്, ആർക്കെങ്കിലും റസൂലുള്ളയെ കാണണോ? ആർക്കെങ്കിലും പ്രവാചകനെ കാണണോ? ആർക്കെങ്കിലും ഹബീബിനെ കാണണോ? അവരെന്താണ് ചെയ്യേണ്ടതെന്നറിയോ? ബുറാഖ് കരഞ്ഞതുപോലെ, ബുറാഖ് കരഞ്ഞതുപോലെ ആരെങ്കിലും ഒരാൾ എന്നെ പ്രിയപ്പെട്ടവരെ കരഞ്ഞു കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് അവരെന്നെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ റസൂലുള്ളയെ കിനാവില് കാണുന്നതാണ്. എന്നിട്ടതാ അലിയാർ തങ്ങൾ പറയുകയാണ്, ഒരു സൂറത്തോടെ, ഒരു സൂറത്ത് എന്നെ പ്രിയപ്പെട്ടവരെ ആരെങ്കിലും ഒരാൾ ഓതിയാൽ റസൂലുള്ളയുണ്ടല്ലോ കിനാവിലേക്ക് കടന്നു വരുന്നതാണ്. അലിയാർ തങ്ങൾ പറയുകയാണ്, സൂറത്തുൽ കൗസർ പാരായണം ചെയ്യുക, എന്നിട്ടതാ ദുആ ചെയ്യുക, എന്നിട്ടതാ കിടന്നുറങ്ങുക. എന്നാൽ റസൂലുള്ളയെ കാണാൻ കഴിയുന്നതാ പടച്ചവനെ ജാബിർ തങ്ങൾ കേൾക്കുകയാ. ജാബിർ തങ്ങൾ വീട്ടിലേക്ക് പോകുകയാ. ഭാര്യയോട് ചോദിക്കുകയാണ്, പെണ്ണേ റസൂലുള്ളയെ കിനാവിൽ കാണണോ? ഹബീബിനെ കിനാവിൽ കാണണോ? ആ സമയത്തതാ ജാബിർ തങ്ങളുടെ ഭാര്യ പറയുകയാണ്, എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമുണ്ടല്ലോ, അഭിലാഷമുണ്ടല്ലോ, ആനന്ദമുണ്ടല്ലോ, റസൂലുള്ളയെ കിനാവില് കാണുന്നതാ. ജാബിർ തങ്ങൾ പറയുകയാണ്, പ്രിയപ്പെട്ട പ്രിയതമയോട് പറയുകയാണ്, സൂറത്തുൽ കൗസർ പാരായണം ചെയ്യുക, എന്നിട്ടതാ കിടന്നുറങ്ങുക. എന്നാൽ
എന്നാൽ റസൂലുള്ളാഹിയുണ്ടല്ലോ കിനാവിലേക്ക് കടന്നു വരുന്നതാ. ജാബിർ തങ്ങളുടെ ഭാര്യതാ സൂറത്ത് ഓതുകയാ, സൂറത്തുൽ കൗസർ ഓതുകയാ, എന്നിട്ടതാ കിടന്നുറങ്ങുകയാ. കിടന്നുറങ്ങുമ്പോ പടച്ചവനെ തഹജ്ജുദിന്റെ സമയമാകുമ്പോ ജാബിർ തങ്ങളുടെ ഭാര്യയുണ്ടല്ലോ കരഞ്ഞുകൊണ്ട് എണ്ണീക്കുകയാണ്. എന്നിട്ടതാ ജാബിറിനോട് പറയുകയാണ്, ജാബിറേ റസൂലുള്ളാഹി വന്നില്ല, ഹബീബ് വന്നില്ല, പ്രവാചകൻ വന്നില്ല. പടച്ചവരെ ജാബിർ തങ്ങൾ പറയുകയാ, രണ്ടാമത്തെ ദിവസമുണ്ടല്ലോ പെണ്ണേ സൂറത്തുൽ കൗസർ ഓതുക. എന്നാൽ റസൂലുള്ളാഹി അതാ കിനാവിലേക്ക് കടന്നു വരുന്നതാ. രണ്ടാമത്തെ ദിവസം അതാ ഓതുകയാ, രണ്ടാമത്തെ ദിവസം അതാ കൗസർ ഓതുകയാ. പടച്ചവരെ കിടന്നുറങ്ങുകയാ. പടച്ചവരെ തഹജ്ജുദിന്റെ സമയമാകുമ്പോ കരഞ്ഞുകൊണ്ട് നിലവിളിക്കുകയാ, റസൂലുള്ളാഹി വന്നില്ല, ഹബീബ് വന്നില്ല. മൂന്നാമത്തെ ദിവസം ഓതുകയാ, റസൂലുള്ളാഹി കടന്നു വരുന്നില്ല. 4 കഴിയുകയാ, 7 കഴിയുകയാ, 10 കഴിയുകയാ, 20 കഴിയുകയാ, മാസങ്ങൾ കഴിയുകയാ. ജാബിർ തങ്ങളുടെ ഭാര്യയുണ്ടല്ലോ കരഞ്ഞുകൊണ്ട് നിലവിളിച്ചുകൊണ്ട് പറയുകയാ, ജാബിറേ റസൂലുള്ളാഹി പിണക്കമാണോ, ഹബീബ് പിണക്കമാണോ? ഞാൻ സൂറത്തുൽ കൗസർ പാരായണം ചെയ്തിട്ട് റസൂലുള്ളാഹി കിനാവിലേക്ക് കടന്നു വന്നില്ല, റസൂലുള്ളാഹിയുണ്ടല്ലോ പിണക്കമാണോ? ആ സമയത്തതാ ജാബിർ തങ്ങൾ പറയുകയാ, നീ അതാ ഇഖ്ലാസോടെ ഓതുക, അദബോടെ ഓതുക, തഖ്വയോടെ ഓതുക, പടച്ചവനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുക. എന്നാൽ റസൂലുള്ളാഹി വരുന്നതാ. പടച്ചവനെ ജാബിർ തങ്ങളുടെ ഭാര്യയുണ്ടല്ലോ കിടക്കുന്നതിന് മുമ്പ് വുളൂ ചെയ്യുകയാ. പടച്ചവനെ മുസല്ല വിരിക്കുകയാ. പടച്ചവനെ കൗസർ ഓതുകയാ. എന്നിട്ടതാ സ്വലാത്ത് ചൊല്ലുകയാ. എന്നിട്ടതാ ദുആ ചെയ്യുകയാണ്. അല്ലാഹ് ജാബിറിന്റെ ഭാര്യയാണ്. അല്ലോ റസൂലുള്ളാഹിയെ കിനാവിലൊന്ന് കാണിക്കടേ അല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് കൗസർ ഓതുകയാ. എന്നിട്ടതാ കിടന്നുറങ്ങുകയാ. പടച്ചവരെ തഹജ്ജുദിന്റെ സമയമാകുമ്പോ പടച്ചവരെ നെട്ടി എണ്ണീക്കുകയാ. എന്നിട്ടതാ കരയുകയാ. ജാബിർ തങ്ങളോട് പറയുകയാ, ജാബിറേ റസൂലുള്ളാഹി കിനാവിലേക്ക് കടന്നു വന്നു. ജാബിറേ റസൂലുള്ളാഹി കിനാവിൽ വന്നു. ജാബിറേ റസൂലുള്ളാഹി എന്റെ മനത്തിലേക്ക് കടന്നു വന്നു. ജാബിറേ എന്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്നു. ജാബിറേ റസൂലുള്ളാഹിയുണ്ടല്ലോ എന്നോട് സലാം പറഞ്ഞു. ജാബിറേ റസൂലുള്ളാഹിയുണ്ടല്ലോ എന്റെ അന്വേഷണങ്ങൾ ചോദിച്ചു. ജാബിറേ റസൂലുള്ളാഹിയുണ്ടല്ലോ എനിക്ക് വേണ്ടി ദുആ ചെയ്തു. ജാബിറേ എന്നതാ ജാബിർ തങ്ങൾ എന്റെ പ്രിയമുള്ളവരെ പറയുമ്പോ റസൂലുള്ളാഹി കിനാവില് വരണോ, റസൂലുള്ളാഹി വീട്ടിൽ വരണോ, മംഗലാപുരത്തെ വീടിന്റെ ഉള്ളില് ഹബീബ് വരണോ? അതിനെന്താണ് ചെയ്യേണ്ടതെന്നറിയോ? കിടക്കുന്നതിന് മുമ്പ് സൂറത്തുൽ കൗസർ ഉണ്ടല്ലോ ഓതണ്ടതാ. നാഥാ ഹബീബാകുന്ന നബി തങ്ങളെ ജീവിതത്തിൽ ഒരു തവണയെങ്കിലും കാണാൻ സൗഭാഗ്യം തരണേ അല്ലാ. കഴിഞ്ഞ ദിവസം കൊല്ലം ജില്ലയിലെ വഅദ് പറയുമ്പോ അവിടെ എന്റെ പ്രിയപ്പെട്ടവരെ റസൂലുള്ളാഹിയെ പറ്റിയാ പറഞ്ഞത്. വഅദ് കഴിഞ്ഞിറങ്ങുമ്പോ ഒരു സഹോദരൻ കടന്നു വരികയാ. 50 വയസ്സുള്ള ഒരു സഹോദരനാ. കടന്നു വന്നിട്ട് എന്റെ ചെവിയിൽ പറയുകയാ, ഉസ്താദേ ഞാൻ റസൂലുള്ളാഹിയെ കിനാവില് കണ്ടവനാ, എന്റെ ഭാര്യ ഹബീബിനെ കിനാവില് കണ്ടവനാ. എത്രയോ കൊല്ലം നമ്മൾ വഅദ് പറഞ്ഞതാ, എത്രയോ കൊല്ലം നമ്മൾ സ്വലാത്ത് ചൊല്ലിയവരാ. 25 വയസ്സിന്റെ പ്രിയപ്പെട്ടവരെ 25 കൊല്ലമായിട്ട് ഈ വിനീതൻ എന്നെ പ്രിയപ്പെട്ടവരെ സ്വലാത്ത് ചൊല്ലുന്നവരാ. പടച്ചവനെ മൗലിദ് ചൊല്ലുന്നവരാ. ഇന്ന് വരെ ഒറ്റത്തവണ റസൂലുള്ളാഹിയെ ഞാൻ കണ്ടിട്ടില്ല. ഇവിടെ എത്രയോ പേരിയ്ക്കുന്നുണ്ട്. 50 വയസ്സുള്ളവരുണ്ടല്ലോ, 40 വയസ്സുള്ളവരുണ്ടല്ലോ, 30 വയസ്സുള്ളവരുണ്ടല്ലോ, 60 വയസ്സുള്ളവരുണ്ടല്ലോ, 80 വയസ്സുള്ളവരുണ്ടല്ലോ, 70 വയസ്സുള്ള പെങ്ങളുണ്ടല്ലോ, 18 വയസ്സുള്ള സഹോദരിയുണ്ടല്ലോ. നിങ്ങളോട് പറയുകയാ, ഹബീബാകുന്ന നബി തങ്ങൾ എന്റെ പ്രിയപ്പെട്ടവരെ എന്റെയും നിങ്ങളെയും കിനാവില് വരേണ്ടതാണ്. നാദാ സൗഭാഗ്യങ്ങള് തരണേ അല്ലാഹ്.